2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. 2011 ശേഷം കേരളത്തിലെ രാഷ്ട്രീയ ഗതിയിലെ മാറ്റം ആദ്യം അടയാളപ്പെടുത്തിയതും നേമം നിയോജക മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ മുന്നണികളും കരുനീക്കങ്ങൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥി പരിഗണന പട്ടികയുടെ കരട് തയ്യാറായി കഴിഞ്ഞു. ബിജെപിയെ സംബന്ധിച്ച് നേമം പ്രധാന ഇടങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് കരുത്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനുള്ള നീക്കങ്ങൾ മുൻപേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ നേമത്തെ ഇത്തവണ വ്യത്യസ്തമാക്കുന്നത് കോൺഗ്രസിലെ പുതിയ തീരുമാനങ്ങളും സ്ഥാനാർത്ഥി പട്ടികയുമാണ്. പുതുമുഖങ്ങളെ കളത്തിലിറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം പ്രവർത്തന രീതിയിൽ മാറ്റമില്ലാതെ കരുക്കൾ നീക്കാനാണ് CPM നിലപാട്. CPM സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് V മുരളീധരൻ ഗ്രൂപ്പിലെ നേതാവായ MR ഗോപനുമാണ്. എന്നാൽ കോൺഗ്രസിന്റെ പട്ടികയിൽ എപ്പോഴത്തെയും പോലെ 3 പേർ ഇടം പിടിച്ചിട്ടുണ്ട്. മണക്കാട് സുരേഷ്, VR ഹരി, വട്ടിയൂർക്കാവ് മുൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വീണ S നായർ എന്നിവരാണ്. BJP അഭിമാന പോരാട്ടം നേരിടുന്ന നേമം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ലാഘവത്തോടെ കരുക്കൾ നീക്കുന്നതിന് പിന്നിൽ മുൻ വർഷങ്ങളിൽ ബാധിച്ച അതേ തോൽവി ഭയം തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2011-16 എന്നീ വർഷങ്ങളിൽ നേമത്ത് കോൺഗ്രസ് ആയിരുന്നില്ല മത്സരിച്ചിരുന്നത്. 2021 UDFിലെ ഘടകകക്ഷിയായി കോൺഗ്രസ് തന്നെ കളത്തിലിറങ്ങി. എന്നാൽ വോട്ട് ഭിന്നിക്കാതെ ലേക്ക് ഒതുക്കാൻ സാധിച്ചെങ്കിലും പ്രതീക്ഷ പുലർത്താവുന്ന സാധ്യതയല്ല മണ്ഡലത്തിലുള്ളതെന്ന് ചരിത്രം തെളിയിച്ചതാണ്. K മുരളീധരൻ കേരളത്തിന്റെ മുഖം രക്ഷിക്കാൻ നേരിട്ട് കളത്തിലിറങ്ങിയിട്ടും പരാജയം തന്നെയായിരുന്നു ഫലമെന്ന് സാരം. അതുകൊണ്ട് ഇത്തവണ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാതെ പ്രമുഖർക്ക് സ്ഥാനം നൽകാതെയുള്ള കോൺഗ്രസിന്റെ ഈ ഒഴിഞ്ഞുമാറൽ BJPയോടോ ഇടതുമുന്നണിയോടോ നേരിട്ട് പയറ്റാനുള്ള ആർജവമില്ലായ്മയുടെ സൂചനയായും കരുതാം. 2011 O രാജഗോപാൽ 43,621 വോട്ടുകൾ നേടി BJPയുടെ സ്വാധീനം ഉറപ്പിച്ചു. ശേഷം 2016 ഇത് 67,813 വോട്ടുകൾ നേടി BJP കേരള നിയമസഭയിൽ സീറ്റുറപ്പിച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയൻകീഴ് രാധാകൃഷ്ണൻ കേവലം 6,705 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തേക്ക് തടയപ്പെട്ടതിനു ശേഷം 2ാം തവണയിലേക്ക് എത്തുമ്പോൾ 38,000-ൽ പരം വോട്ടിന്റെ വർധനവാണ് ഉണ്ടായത്. ഈ മുന്നേറ്റത്തെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തവണത്തെ കേരളത്തിലെ BJP പ്രചാരണ തന്ത്രം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന്റെ അടിത്തറ ഇളക്കുന്നതായതിനാൽ കച്ചകെട്ടിയിറങ്ങാനുള്ള സമരവീര്യത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നില്ല. നിയമം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ അന്തിക്കാട്, മണലൂർ മേഖലകളിൽ BJP സ്വാധീനം വർദ്ധിച്ചതായി പഠന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. തിരുവനന്തപുരമായാലും പാലക്കാടായാലും മറിച്ചല്ല സ്ഥിതി എന്നതും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തിന് സാധ്യത ഒരുക്കുന്നുണ്ട്.